ഹലോ വെൽക്കം ടു പി ലേണിങ്സ്. അപ്പോൾ നമ്മൾ ഡിഗ്രി ലെവൽ ഫേസ് 1 എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫേസ് 1 നടന്ന ഇക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു മോഡറേറ്റ് ലെവൽ അല്ലെങ്കിൽ മോഡറേറ്റ് ഈസി ലെവലിലായിരുന്നു ക്വസ്റ്റ്യൻസ് നടന്നിരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നും ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യും, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മേജറായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹോട്ടായിട്ട് കിടക്കുന്ന ഒരു പ്രിലിമിനറിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ടോപ്പിക്ക് തന്നെയാണ് ഇത്തവണയും ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ആൻസറുകളെന്നും ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ നാഷണൽ ഇൻകം എപ്പോഴും ഡിഗ്രി ലെവൽ എക്സാമുകളുടെ പ്രിലിമിനറി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ചോദ്യങ്ങൾ ഇതിൽ നിന്ന് തന്നെ വരാറുണ്ട്, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ വരാറുണ്ട്, ഇത്തവണയും വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് അമംഗ് ദ ഫോളോവിങ് ഇക്വേഷൻ യൂസ്ഡ് ഇൻ ദ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ ഈസ് ഇൻകറക്റ്റ്. തെറ്റായ ഇക്വേഷൻ ഏതാണ് എന്നാണ് ചോദ്യം. ഒന്നാമത്തത് ഫാക്ടർ ഇൻകംസ് ഏൺഡ് ബൈ ഇന്ത്യൻ റെസിഡൻസ് എബ്രോഡ് മൈനസ് ഫാക്ടർ ഇൻകം പെയ്ഡ് ടു ഫോറിൻ നാഷണൽസ് ഇൻ ഇന്ത്യ ഈക്വൽ ടു നാഷണൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഓർ NFIA. NFIA ഡെഫിനേഷനാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. NFIA എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ GDP യിൽ നിന്ന് മാറുന്ന സമയത്ത്, ഇപ്പോൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ മാത്രമേ, ബൗണ്ടറി മാത്രമേ നോക്കുന്നുള്ളൂ, നമുക്കറിയാം. അത് മാറിയിട്ട് GNP നോക്കുന്ന സമയത്ത് എന്താണ്? നാഷണലായിട്ട് മാറി. GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൻസിനെ പറ്റിയാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇന്ത്യയിലുള്ള വിദേശികളുടെ വരുമാനം കുറച്ച് വിദേശത്തുള്ള ഇന്ത്യൻസിൻ്റെ വരുമാനം കൂട്ടുക. അപ്പോൾ ആ ഇക്വേഷൻ എന്താണ്? വളരെയധികം ശരിയാണ്. ഇനി GDP പ്ലസ് NFIA ആണ് GNP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. GDP എന്ന് പറയുന്നതിനോട് കൂടി ബൗണ്ടറി എന്ന് പറയുന്ന സെറ്റ് വെച്ചിരിക്കുന്ന ഒരു സംഭവത്തിൽ നിന്നും NFIA ആഡ് ചെയ്യുമ്പോഴാണ് GNP വരുന്നത്. അതും ശരിയാണ്. ഇനി NDP പ്ലസ് ഡിപ്രസിയേഷൻ ഈക്വൽ ടു GDP. അപ്പോൾ GDPയിൽ നിന്നും ഡിപ്രസിയേഷൻ കുറച്ച് കഴിയുമ്പോഴാണ് NDP കിട്ടുന്നത് നമുക്കറിയാം. അപ്പോൾ NDPയിൽ നിന്നും ഡിപ്രസിയേഷൻ കൂട്ടുമ്പോഴാണ് GDP കിട്ടുന്നത്. അപ്പോൾ അതും ശരിയാണ്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ഡയറക്റ്റ് ടാക്സ് ഈക്വൽ ടു നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അതാണ് ഇവിടെ തെറ്റായിട്ടുള്ള ഉത്തരമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. ഇൻഡയറക്റ്റ് ടാക്സ് D എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ഡയറക്റ്റ് ടാക്സ് ഈക്വൽ ടു നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സും ഡയറക്റ്റ് ടാക്സും കൂടെ കുറയ്ക്കുമ്പോഴല്ല നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടുന്നത്. പകരം എന്താണ്? ഇൻ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ ദ സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻസ് ഫോർ ദ ടേംസ് മെൻഷൻഡ് ഇൻ ദ ഓപ്ഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഓപ്ഷൻസിലെ പ്രധാനപ്പെട്ട തെറ്റായ ഉത്തരം ഓപ്ഷൻ നമുക്ക് പറയുകയാണെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി ചെയ്യുമ്പോഴാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടുന്നത്. ഇപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സുകളുടെ നെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. നെറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കുറയ്ക്കുമ്പോഴേ നെറ്റ് കിട്ടും. ഗ്രോസിൽ നിന്ന് ഇപ്പോൾ GDP നിന്നും NDP കിട്ടുമെന്ന് പറയുന്നത് പോലെ ഗ്രോസിൽ നിന്നും എന്തോ ഒന്ന് കുറയ്ക്കുമ്പോഴാണ് നെറ്റ് കിട്ടുക. അപ്പോൾ ഇവിടുത്തെ നെറ്റ് എന്ന് പറയുന്നത് നെറ്റ് കിട്ടണമെങ്കിൽ എന്തോ ഒന്നിൽ നിന്നും ഒന്ന് കുറയ്ക്കണം. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സുകളുടെ നെറ്റ് എടുക്കണമെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സുകളിൽ നിന്നും എന്തോ കുറയ്ക്കണം. ആ കുറയ്ക്കുന്നത് എന്താണ്? സബ്സിഡികളാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഗവൺമെൻറ് റിസീവ് ചെയ്യുന്ന ടാക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ടാക്സുകളിൽ നിന്നും പ്രൊഡക്റ്റിനൊക്കെ ടാക്സ് വാങ്ങുന്നുണ്ട്. ഇതിൽ നിന്നും എന്താണ്? ഫിനാൻഷ്യൽ എയ്ഡ് ഗവൺമെൻറ് കൊടുക്കുന്നത് കുറയ്ക്കണം. സബ്സിഡി ഗവൺമെൻറ് അങ്ങോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഈ പറയുന്ന പ്രധാനമായിട്ടും ടാക്സുകൾ ഇങ്ങോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സബ്സിഡി അങ്ങോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു നെറ്റ് വാല്യൂ എടുത്താലേ നമുക്ക് മൊത്തം എത്ര ടാക്സ് കിട്ടിയെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്ന സബ്സിഡികൾ എയ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഈ എയ്ഡുകൾ കുറച്ചതിന് ശേഷമുള്ള ഇൻഡയറക്റ്റ് ടാക്സുകളുടെ മൊത്തം എമൗണ്ടിന് നമുക്ക് എന്ത് വിളിക്കാം? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് വിളിക്കാം. അല്ലാതെ അത് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള വ്യത്യാസമല്ല. ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് തന്നെ വീണ്ടും സബ്സിഡി കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ആണ്. ഡയറക്റ്റ് ടാക്സസ് ആർ നോട്ട് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് NIT അഥവാ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഡയറക്റ്റ് ടാക്സിന് ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു പോർഷൻ വരേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് കടക്കാം. ദ മഹലനോബിസ് മോഡൽ വാസ് അപ്ലൈഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് വിച്ച് 5-year പ്ലാൻ ആൻഡ് വാട്ട് വാസ് ഇറ്റ്സ് മെയിൻ എംഫസിസ്. അപ്പോൾ പ്രധാനമായിട്ടും മഹലനോബിസ് മോഡൽ എന്ന് പറയുമ്പോൾ ഏത് 5-year പ്ലാനിലായിരുന്നു? രണ്ടാമത്തെ 5-year പ്ലാനിലാണ് നമുക്കറിയാം. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട എംഫസിസ് എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഫസ്റ്റ് 5-year പ്ലാൻ ഉണ്ട്, സെക്കൻഡ് 5-year പ്ലാൻ ഉണ്ട്, തേർഡ് ഉണ്ട്, ഫോർത്ത് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഒന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത് ഹരോദ് ഡോമർ മോഡലായിരുന്നു. രണ്ടാം പദ്ധതിയിലാണ് പ്രധാനമായിട്ടും സെക്കൻഡ് 5-year പ്ലാനിലാണ് മഹലനോബിസ് മോഡൽ വന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ B ആണ്. The Mahalanobis model എന്ന് പറയുന്നത് developed by the statistician പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്. ദിസ് മോഡൽ ലെയ്ഡ് ദ തിയറിറ്റിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ സെക്കൻഡ് 5-year പ്ലാൻ. അതായത് 56 മുതൽ 61 വരെ നടന്ന സെക്കൻഡ് 5-year പ്ലാനിൻ്റെ മോഡൽ ബേസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? മഹലനോബിസ് മോഡലായിരുന്നു. അപ്പോൾ അന്ന് വകുൾ ബ്രഹ്മാനന്ദ മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ സജഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് മഹലനോബിസ് മോഡൽ വന്നത്. അപ്പോൾ ആദ്യത്തെ ഹരോദ് ഡോമർ മോഡലിൽ പ്രധാനമായിട്ടും പ്രൊഡക്ടിവിറ്റി, അതായത് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനെ പ്രധാനമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനെ മാറ്റിക്കൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, അപ്പോൾ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രധാനമായിട്ടും ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു രീതിയോടുകൂടി ഇപ്പോൾ ഒരുപാട് എയ്ഡുകൾ പുറത്തുനിന്ന് വന്നിരുന്നു. ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് എയ്ഡ് വന്നിരുന്നു, ജർമ്മൻ എയ്ഡ് വന്നിരുന്നു, റഷ്യൻ എയ്ഡ് വന്നിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ഭിലായ് പോലുള്ള റൂർക്കല പോലുള്ള പ്ലാന്റുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രധാനമായിട്ട് ഇതിനൊക്കെ വേര് പാകിയത് മഹലനോബിസ് മോഡലാണ്. അപ്പോൾ സെക്കൻഡ് 5-year പ്ലാനിലായിരുന്നു ഇത് നടക്കുന്നത്. അപ്പോൾ കോർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? ഫോക്കസ് ഫ്രം ദ ഫസ്റ്റ് പ്ലാൻസ് അഗ്രികൾച്ചറൽ പ്രയോറിറ്റി ടു റേപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. അഗ്രികൾച്ചറിൽ നിന്നും റേപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷന് പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുത്തു. This model, the model argued that to achieve long-term economic growth, India needed to invest heavily in basic and heavy industries.
സ്റ്റീൽ കെമിക്കൽ മെഷീൻ ബിൽഡിംഗ്. അപ്പോൾ പ്രധാനമായിട്ടും സ്റ്റീൽ കെമിക്കൽ പോലുള്ള മെഷീൻ ബിൽഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ബേസിക് സെക്ടറിലേക്ക്, ഹെവി ഇൻഡസ്ട്രി സെക്ടറിലേക്ക് ഇന്ത്യ വളരണം എന്നാൽ മാത്രമേ ഈ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വളർന്നാൽ മാത്രമേ അഗ്രികൾച്ചറിൽ നിന്നുള്ള പ്രൊഡക്ടിവിറ്റി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, കൂടുതൽ വാല്യൂ അവരുടെ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനും വികസനം പ്രാപിക്കാനും സാധിക്കും. ടു ക്രിയേറ്റ് എ സ്ട്രോങ് ക്യാപിറ്റൽ ബേസ് ഫോർ ദ കൺട്രി. ടു ക്രിയേറ്റ് എ സ്ട്രോങ് ക്യാപിറ്റൽ ബേസ് ഫോർ ദ കൺട്രി. അപ്പോൾ തേർഡ് ക്വസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ, വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 ഇൻകം ടാക്സുകൾ ഏതൊക്കെയാണ്? പേഴ്സണൽ ഇൻകം ടാക്സ് ആൻഡ് വെൽത്ത് ടാക്സ്, പേഴ്സണൽ ഇൻകം ടാക്സ് ആൻഡ് സർവീസ് ടാക്സ്, പേഴ്സണൽ ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേഷൻ ടാക്സ്, പേഴ്സണൽ ഇൻകം ടാക്സ് ആൻഡ് എസ്റ്റേറ്റ്സ് ഡ്യൂട്ടി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പേഴ്സണൽ, ഓപ്ഷൻ സി, പേഴ്സണൽ ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേഷൻ ടാക്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടാക്സേഷൻ സിസ്റ്റത്തിൽ ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഇതിൽ ഡയറക്റ്റ് ടാക്സ് ഗവൺമെന്റ് നേരിട്ട് കളക്ട് ചെയ്യുന്ന ടാക്സുകളാണ്. അപ്പോൾ ഈ ടാക്സുകളിലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്, ഇൻകം ടാക്സിലെ 2 പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷനാണ് ഈ പറഞ്ഞ പേഴ്സണൽ ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള റവന്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്ന 2 കാര്യങ്ങളാണ് പേഴ്സണൽ ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോ തവണ ബഡ്ജറ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇതിനകത്ത് 1 രൂപയിൽ നിന്നും എത്ര രൂപ ഓരോരോ ഫാക്ടർ, ഓരോരോ സെക്ടറിൽ നിന്നും എത്ര രൂപ 1 രൂപയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എത്ര രൂപ ചിലവാക്കുന്നുണ്ടെന്നുള്ള ഡാറ്റ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ വരവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോർപ്പറേഷൻ ടാക്സും GSTയും പേഴ്സണൽ ഇൻകം ടാക്സും ഈ 3 കൂടെ ചേർന്ന് തന്നെയാണ് മെജോറിറ്റി എമൗണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇൻകം ടാക്സ്, ഡയറക്റ്റ് ടാക്സിലെ ഇൻകം ടാക്സിൽ പ്രധാനപ്പെട്ട വരുന്ന ഒരു കാര്യമാണ് പേഴ്സണൽ ഇൻകം ടാക്സ്. അതായത് ആനുവൽ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽസ്, വ്യക്തികളുടെ ആനുവൽ ഇൻകത്തിന് മേൽ ചാർത്തിരിക്കുന്നതാണ് പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇനി കോർപ്പറേഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ടാക്സ്, അഥവാ എന്താണ്, ഇത് പ്രധാനമായിട്ടും ഡയറക്റ്റ് ടാക്സ് ആണ്. ലെവിഡ് ഓൺ നെറ്റ് ഇൻകം ഓർ പ്രോഫിറ്റ് ദാറ്റ് ബിസിനസ് കോർപ്പറേറ്റ്സ് ഓർ കമ്പനീസ് ഏൺ ഫ്രം ദർ ഓപ്പറേഷൻസ്. വ്യക്തികളല്ല, കമ്പനികൾ അവരുടെ പ്രോഫിറ്റ് എത്ര ഉണ്ടാക്കുന്നു അതിന് മേൽ ഈടാക്കുന്ന നികുതിയാണ് കോർപ്പറേഷൻ ടാക്സ് അഥവാ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പേഴ്സണൽ ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സുമാണ് നമ്മൾ ഈ പറഞ്ഞതിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, വാട്ട് ഈസ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഓഫ് RBI? പ്രധാനമായിട്ടും OMO, നമ്മൾ RBIയുടെ പല ഓപ്പറേഷൻസ് ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതിൽ ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് OMO അഥവാ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. പെട്ടെന്ന് ഒരു ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, RBI ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷനാണ് OMO. എന്താണ് ഈ OMO എന്നാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് എലിജിബിൾ സെക്യൂരിറ്റീസ് ഇൻ ദ മണി മാർക്കറ്റ്, ഇൻഫ്ലുവൻസ് ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ചേഞ്ചിങ് CRR, പ്രൊമോട്ടിംഗ് ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ഇൻ ദ കൺട്രി, ബോത്ത് A and B. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് കാണുമ്പോൾ പെട്ടെന്ന് A and B ഉണ്ടല്ലോ, രണ്ടും ശരിയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കുത്താൻ നിൽക്കരുത്. കറക്റ്റായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം എഴുതുക. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്താണെന്നുള്ള അണ്ടർസ്റ്റാൻഡിംഗ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് A ആണ്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് എലിജിബിൾ സെക്യൂരിറ്റീസ് ഇൻ ദ മണി മാർക്കറ്റ്. മണി മാർക്കറ്റിൽ പ്രധാനമായിട്ടും ആൻസർ എന്ത് ചെയ്യുന്നു, മണി മാർക്കറ്റിൽ പ്രധാനമായിട്ടും സെക്യൂരിറ്റീസ് വിൽക്കുന്നു. ഇപ്പോൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും ഒരു സേഫ്റ്റിയാണ്, ആളുകൾക്ക് അത് ട്രസ്റ്റ് വർത്തിയാണ്. അപ്പോൾ RBIയുടെ കയ്യിലുള്ള സെക്യൂരിറ്റീസ് മാർക്കറ്റിലേക്ക് വിൽക്കുന്ന സമയത്ത് എന്ത് പറ്റുന്നു, പെട്ടെന്ന് ആളുകൾ ഇത് വാങ്ങുമ്പോൾ ഇവർക്ക് ക്യാഷ് മേടിക്കാനായിട്ട് പറ്റുന്നു. ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിൽ സെക്യൂരിറ്റീസ് വിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അപ്പോൾ ഈ മാർക്കറ്റിൽ വളരെയധികം ഫ്ലഡ്ജ് ആയിട്ട് കിടക്കുന്ന പണമൊക്കെ RBIക്ക് സ്വന്തമായി കയ്യിലേക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പറയാം, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ refers to the sale and purchase of the government securities and treasury bills by the Reserve Bank of India or any central bank. The primary goal is to regulate the money supply and liquidity in the economy. Expansionary policy. When the RBI buys securities, it pays out money to the commercial banks, increasing their cash reserves and overall money supply. പ്രധാനമായിട്ടും 2 രീതിയിൽ മാർക്കറ്റിലേക്ക് പണം കൊടുക്കണമെങ്കിലും മാർക്കറ്റിൽ നിന്ന് പണം എടുക്കണമെങ്കിൽ ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ RBI സെക്യൂരിറ്റീസ് വാങ്ങുകയാണെങ്കിൽ പണം മാർക്കറ്റിലേക്ക് കുത്തി നിറയ്ക്കും. അപ്പോൾ അവിടേക്ക് കൂടുതലായിട്ട് പണം ഉണ്ടാവാൻ സഹായിക്കും. ഇപ്പോൾ കോവിഡ് ലോക്ക്ഡൗൺ പോലത്തെ സാഹചര്യം വരുമ്പോൾ ആളുകളുടെ കയ്യിൽ പണം ഇല്ലാത്ത സാഹചര്യമാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു, RBI സെക്യൂരിറ്റീസ് വാങ്ങിയിട്ട് പണം കൊടുക്കുന്നു. ഇനി അതല്ല, നേരെ തിരിച്ച് RBI സെക്യൂരിറ്റീസ് വാങ്ങിയിട്ട് പണം കൊടുക്കുന്നതിന് പകരം RBI നേരെ തിരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, പണം ആളുകളിൽ നിന്നും ഇങ്ങോട്ട് എടുത്തിട്ട് സെക്യൂരിറ്റീസ് അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് റേറ്റും കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോൺട്രാക്ഷണറി ആകുമ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ when RBI sells securities, it take money from the banks, reducing their cash reserves and money supply to control inflation. പ്രധാനമായിട്ടും ബാങ്കുകളിൽ നിന്ന് പണം RBI കൊടുത്ത് എടുക്കുമ്പോൾ ബാങ്കുകൾക്ക് പിന്നെ ലോൺ കൊടുക്കാൻ പണം ഉണ്ടാവില്ല. അങ്ങനത്തെ സെനാരിയോ വരുന്ന സമയത്ത് ഇൻഫ്ലേഷൻ കൺട്രോൾഡ് ആകും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അവസാനത്തെ ക്വസ്റ്റിനിലേക്ക് കടക്കാം. Which of the following consumer rights are listed under the Consumer Protection Act 2019? പ്രധാനമായിട്ടും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 21 അതിൻ്റെ റൂൾസ് വരുന്നുണ്ട്. 19 വന്ന നിയമത്തിൽ പ്രധാനമായിട്ടും ഏതൊക്കെ കൺസ്യൂമർ റൈറ്റ്സ് ആണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ബി ഇൻഫോംഡ്, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ബി ഹേർഡ്, റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, റൈറ്റ് ടു കൺസ്യൂമർ അവയർനെസ്. പ്രധാനമായിട്ടും ജനറലായിട്ട് നമുക്ക് കണ്ട് ഇതാണ് എന്ന് നോക്കിയെടുക്കാൻ പറ്റുന്ന, പിക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആൻസേഴ്സ് ആണ്. ഇതിൽ എക്സ്ട്രീം ആയിട്ടോ നെഗറ്റീവായിട്ടോ വരുന്ന കാര്യങ്ങൾ മാത്രം ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ആൻസറിൽ ഉൾപ്പെടുന്നുണ്ടാവാം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് 1, 2, 3, 4, 5, 6 എന്ന് പറയുന്ന എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 വിച്ച് റീപ്ലേസ് ദ ഓൾഡർ 1986 ആക്ട്, 1986 ഉണ്ടായിരുന്ന ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 വന്നത്. ഒഫീഷ്യലി റെക്കഗ്നൈസസ് 6 സ്പെസിഫിക് കൺസ്യൂമർ റൈറ്റ്സ് ടു പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽസ് ഫ്രോം എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. പ്രധാനമായിട്ടും 6 കൺസ്യൂമർ റൈറ്റ്സ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തത്. ഓൾ 6 ഐറ്റംസ് ആർ ലിസ്റ്റഡ് ഇൻ ഇമേജ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്നും 6 റൈറ്റുകളും ഇവിടെ ഉൾപ്പെടുന്നുണ്ട്. അതിൽ റൈറ്റ് ടു സേഫ്റ്റി, പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ ഹസാർഡസ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. നമ്മുടെ ജീവിതത്തിനോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്കോ ഹാനികരമായിട്ടുള്ള ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ
മോഷണത്തിനെതിരെ റൈറ്റ് ടു സേഫ്റ്റി എന്ന് പറഞ്ഞ അവകാശമുണ്ട്. റൈറ്റ് ടു ബി ഇൻഫോംഡ്, ദ റൈറ്റ് ടു നോ ദ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്യൂരിറ്റി ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ്സ് ടു പ്രൊട്ടക്ട് അണ്ടർ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിനെയാണ് നമ്മൾ റൈറ്റ് ടു ബി ഇൻഫോംഡ് എന്ന് പറയാം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ മുഴുവൻ വിവരങ്ങളെ പറ്റിയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. റൈറ്റ് ടു ചൂസ്, അഷുറൻസ് ഓഫ് ആക്സസ് ടു എ വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് എ കോമ്പറ്റീവ് പ്രൈസ്. പ്രധാനമായിട്ടും മറ്റ് വ്യത്യസ്ത വസ്തുക്കൾ ഉണ്ടായിരുന്ന സമയത്ത് അതിന് ചൂസ് ചെയ്യാനുള്ള ഒരു അവകാശം നമുക്കുണ്ടായിരിക്കും. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ റൈറ്റ് ടു ബി ഹേർഡ്, ഗ്യാരണ്ടി ദാറ്റ് കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ് വിൽ റിസീവ് ഡ്യൂ കൺസിഡറേഷൻ അറ്റ് അപ്രോപ്രിയേറ്റ് ഫോറംസ്. പ്രധാനമായിട്ടും അവരുടെ കൺസിഡറേഷൻ ആൾക്കാർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള വേദികൾ കേട്ടിരിക്കണം എന്ന് പറയുന്നതിനാണ് പ്രധാനമായിട്ട് റൈറ്റ് ടു ബി ഹേർഡ് എന്ന് പറയാം. Right to seek redressal, the right to seek compensation against unfair trade practices or unscrupulous exploitation. പ്രധാനമായിട്ട് തെറ്റായ ട്രേഡ് പ്രാക്ടീസസോ അതുപോലത്തെ ആക്ഷൻസോ കണ്ടിൽപ്പെടുകയാണെങ്കിലോ നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിലോ നമുക്ക് അതിന് റിഡ്രസലിന് വേണ്ടിയിട്ട് ശ്രമിക്കാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. Right to consumer awareness, the right to acquire knowledge and skills to be informed consumer, also referred to as the right to consumer education. പ്രധാനമായിട്ട് നമുക്ക് കൺസ്യൂമർ എഡ്യൂക്കേഷനെ പറ്റി നമുക്ക് ഇത്തരത്തിലൊരു ലോ നിലവിലുണ്ട്, നമുക്ക് അതിന് ഒരുപാട് സൗകര്യങ്ങൾ ലഭിക്കും, ഒരുപാട് അവകാശങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവണം. റൈറ്റ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ പ്രോപ്പറായിട്ട് പറയും. ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത്, പരാതി കൊടുത്താൽ അതിന് പരിഹാരം ലഭിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു അവയർനെസ് നമുക്ക് ആദ്യം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന റൈറ്റ് നമുക്കുണ്ടെന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് റൈറ്റ് ആണ്, നമുക്ക് എങ്ങനെയൊക്കെ അത് അവൈൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ. ഫുഡ് പോയ്സൺ അടിക്കുന്ന സമയത്ത് നമുക്ക് അതിനെതിരെ എന്ത് ചെയ്യാം, ആ ഹോട്ടലിനോ അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നതിനെതിരെ നമുക്ക് പരാതി കൊടുക്കാം. നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റ് ഡിഫക്റ്റീവ് ആണെങ്കിൽ, ഓവർ പ്രൈസ്ഡ് ആണെങ്കിൽ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, പരാതി കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലാണ്. അത് 21 റൂൾസ് പ്രത്യേകം ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിന് മുന്നേ 1986 2019 ഈ ആക്ട് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, അമെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ആക്ടാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ റൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻസും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് ലോജിക്ക് വെച്ച് എഴുതാൻ പറ്റുന്ന, ബേസിക് നോളജ് വെച്ച് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ആയിരുന്നു. സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന നാഷണൽ ഇൻകം പോലത്തെ ഏരിയാസൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടും ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത എക്സാമിന് പോകുന്ന സമയത്തൊക്കെ ഇതുപോലെ ബേസിക് കാര്യങ്ങളായി ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ട് NCERT, SCR ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത എക്സാമിന് പോകുന്ന സമയത്തും ഇതുപോലെ എന്ത് ചെയ്യുക, ആ ഒരു റിവിഷൻ ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കുകൾ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്ത് പോകാൻ നോക്കുക, മാക്സിമം ക്വസ്റ്റൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ടെസ്റ്റ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇക്കണോമിക്സിൻ്റെ അടുത്ത ടെസ്റ്റിൻ്റെ ഡിസ്കഷനുമായിട്ട് വീണ്ടും കാണാം. Thank you.